നമസ്കാരം. കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ സുവർണാവസരം പിള്ള സാറിന്റെ ആ സമരവും സ്വാഹ ആയി. 49 ദിവസമായി ജൂനിയർ നേതാക്കളെ പട്ടിണി കിടത്തി കഷ്ടപ്പെടുത്തിയത് മിച്ചം. ഇപ്പോ ദാ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലും പൊളിച്ച് അവർ പൊടിയും തട്ടി പോയിരിക്കുകയാണ്. അടുത്തത് വേറെ സമരമാണ്. ഇതൊരുമാതിരി TV സീരിയൽ പോലെ ആയല്ലോ സാറേ. വലിച്ചു നീട്ടുന്നതല്ലാതെ തീർക്കാൻ പറ്റുന്നില്ല. 49 ദിവസം മുൻപ് AN രാധാകൃഷ്ണൻജി നിരാഹാരം കിടന്ന് സമരം ആരംഭിച്ചു. ഇന്നലെ കൃഷ്ണദാസ്ജി നാരങ്ങാനീര് കുടിച്ച് സമരം സുല്ലിട്ടു. ഇതിനിടയിൽ ആരൊക്കെ നിരാഹാരം കിടന്നെന്നോ പോയെന്നോ എന്ന് പിള്ളസാറിന് പോലും അറിയില്ല. നിരാഹാരക്കാരെ പിള്ളസാറ് പോലും മറന്ന മട്ടായിരുന്നു. അമ്പട കേമ സണ്ണിക്കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഐ എന്താ കഥ, നിന്നെ നോ മറക്ക്. ഇവിടെ വെച്ച് കാണുന്നത് സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പകൻ തടിച്ചുട്ടോ. മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുമാരനൊക്കെ തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. എനിക്ക് വിശപ്പെടൂ. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. 48 മണിക്കൂറിനുള്ളിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് എങ്ങനെയെങ്കിലും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞാനൊരു പാവ. അനിശ്ചിതകാല നിരാഹാരം എന്നായിരുന്നു സമരത്തിന്റെ പേര്. എന്നിട്ടിപ്പോ ഒരന്തവും കുന്തവും ഇല്ലാതെ നിർത്തിയല്ലോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തല്ലേ പറ്റൂ. കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ നിരാഹാരം കിടക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂലി കൊടുത്ത് നിർത്തേണ്ടി വന്നേനെ. ഇത് നിർത്തിയാലും അടുത്ത മണ്ടത്തരം വേറെ വരുന്നുണ്ട്. 5ാം ഘട്ടമാണത്രേ സമരത്തിന് 4ാം ഘട്ടമായിട്ടാണ് അത് തുടങ്ങിയത്. അപ്പം 4ാം ഘട്ടം കഴിഞ്ഞ് 5ാം ഘട്ടത്തിലേക്ക് കിടക്കും. സമരത്തിന് മാറാൻ പോകുന്നില്ല. അല്ല, BJP അതിൻ്റെ സമര പരിപാടികളിൽ സമരത്തിൻ്റെ രൂപവും ഭാവവും വ്യത്യസ്തമായിരിക്കും. ഈ പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ ശബരിമല കർമ്മസമിതിയോടൊപ്പം അവരെടുക്കുന്ന തീരുമാനത്തോട് ബന്ധപ്പെട്ട് വിശ്വാസികളോടൊപ്പം നിലകൊള്ളും. അവർ ധാരാളം സമര പരിപാടികൾ അവർ അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ആശയപ്രചരണം, സെമിനാറ്, ആളുകളെ കാണൽ, ഇതെല്ലാം ഈ പ്രക്ഷോഭത്തിന് ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താ? പല മാധ്യമ സുഹൃത്തുക്കളും എഴുതുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. കാരണം ഒരു സമരം എന്തിനു വേണ്ടിയാ? ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അല്ലാതെ ഉടനെ ഒരു സമരം അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഉടനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും AKG സെൻറ്ററുകാരും എല്ലാം കൂടെ ഇറങ്ങി വന്നിട്ട് ഇതാ നിങ്ങളുടെ കാര്യം പ്രശ്നം പരിഹരിച്ചു എന്നാണോ? ഒരു രാഷ്ട്രീയ പാർട്ടി 48 ദിവസമായി സമരം നടത്തുന്നു, ആ സമരം തുടരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറുന്ന ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യും. അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സമരങ്ങളുടെ എല്ലാം പിന്നിലുള്ള ഐഡിയ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പിള്ളസാറിൻ്റെതായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വാർത്താ സമ്മേളനം കേട്ടാൽ തന്നെ അത് മനസ്സിലാകും. സമരത്തിനൊക്കെ നല്ല നിലവാരം. അല്ല, ശബരിമല അടച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു മാസത്തിൽ തുറക്കില്ലേ? 5 ദിവസമൊക്കെ വീണ്ടും തുറക്കില്ലേ? അപ്പം ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് സമര പരിപാടികൾ ആവിഷ്കരിക്കും. സമരത്തിൽ നിന്നൊന്നും നിങ്ങളാരും ഇവിടെ നിങ്ങളെന്നല്ല, സോറി, ഇത് ഏത് കുപ്രചരണം നടന്നാലും ചില ആളുകൾ കുപ്രചരണം നടത്തും. ഞാൻ നിങ്ങളെപ്പറ്റി ആരെപ്പറ്റി അല്ല പറയുന്നത്. കുപ്രചരണം നടക്കുന്നു. ഒരു സമരത്തിൽ എത്ര ആളുണ്ട്? ശക്തിപ്രകടനമാണോ അവിടെ കാണിക്കേണ്ടത്? വിജയം വരെയും സമരം ചെയ്യും. ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു. പോയി നോക്കാം. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. സംഗതി എന്തായാലും കൃഷ്ണദാസും പിള്ളസാറും രക്ഷപ്പെട്ടു. ഒരു വിധത്തിൽ നിരാഹാരം ഒതുക്കി തീർത്തു. ഗോപിനാഥൻ നായരും ശ്രീ അയ്യപ്പൻപിള്ള സാറും ശ്രീ PK കൃഷ്ണദാസിക്ക് നാരങ്ങനീര് നൽകിക്കൊണ്ട് ഈ നിരാഹാര സമരം കൊണ്ട് അവസാനിക്കുകയാണ്. വിജയകരമായൊരു സമരത്തിന്റെ താൽക്കാലികമായ പരിസമാപ്തിയാണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിള്ളസാർ അങ്ങനെ 6ാം ഘട്ട സമരവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരാഹാര സമരം അവസാനിപ്പിച്ച് BJPക്കാർ പൊടിയും തട്ടിപ്പോയപ്പോൾ പെട്ടുപോയത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഹോട്ടലുകാരാണ്. 49 ദിവസം അവർക്ക് കച്ചവടം കുശാലായിരുന്നല്ലോ. ഇനി അടുത്ത സമരത്തിന് കാണാം. പിള്ളസാറ് ഇനിയും വരും.
ആറാം ഘട്ട സമരം എന്ന് പറയുന്നത് 2 ആഴ്ചക്കാലം ജനസമ്പർക്ക യജ്ഞം നടത്തും. അതിനുശേഷം അടുത്ത മലയാള മാസം 1-ാം തീയതി ഈ പ്രശ്നം തീരുന്നില്ലെങ്കിൽ അന്ന് തുടങ്ങുന്ന ദിവസം ഉപവാസ സമരമായി നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അർമാദിക്കിൻ സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിരാഹാരം എന്ന പേരിൽ പന്തലിൽ കഴിഞ്ഞുകൂടിയ നേതാക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ഷീണമുണ്ടായോ? കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഏനക്കേട് ഒഴിച്ച് ബാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനിടയില്ല എന്നാണ് ട്രോളന്മാർ പറയുന്നത്. 6ാം ഘട്ടത്തെ സമരത്തെക്കുറിച്ച് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഈ 49 ദിവസം പിന്നിട്ടു. പക്ഷെ എനിക്ക് മുൻപ് ഉപവാസം അനുഷ്ഠിച്ച എൻ രാധാകൃഷ്ണൻ മുതൽ CK പപ്പേട്ട മുതൽ ശോഭാ സുരേന്ദ്രൻ മുതൽ ശ്രീ ശിവരാജൻ ജി വേലായുധേട്ടൻ, അതുപോലെ രമ ടീച്ചർ, ഇവരൊക്കെ ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും ആർക്കും അസുഖം വന്നില്ലല്ലോ. ഇതൊന്ന് ക്ലിയർ ആക്കണ്ടേ? 5ാം ഘട്ടമായ ഈ നിരാഹാര സമരം 49 ദിവസം ഇന്ന് പൂർത്തിയാക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ സമരം ഒരു സംശയവും വേണ്ട, പൂർണ്ണ വിജയമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുന്നവരോട് ദേശാഭിമാനി എഴുതിയിരിക്കുന്ന നോക്കൂ, ആചാരലംഘനം തടയുക എന്നതിനെതിരായിട്ടാണ്, ആചാരലംഘനം തടയുന്നതിനെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ആ സമരത്തെക്കുറിച്ച് പറഞ്ഞ ആളുകൾ തന്നെയാണ്. അവരുടെ ചാനലിലൊക്കെയാണ് ഇന്നലത്തെ കോമാളിത്തരങ്ങൾ നടന്നത്. പിന്നെ ഇതിനിടയ്ക്ക് വേറെ ഒരു കാര്യം സംഭവിച്ചു. പിള്ള സാർ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യുന്ന ആളല്ല കേട്ടോ. സാറിനെ ഈ നിരാഹാരത്തിന്റെ പേരിൽ ലോക മഹാരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചു എന്നാണ് അറിഞ്ഞത്. എല്ലാം ഈ നിരാഹാര സമരം നടത്തിയതിന്റെ പേരിൽ പിള്ള സാറിന് കിട്ടിയ ഭാഗ്യമാണ്. BBC ഒക്കെ പിള്ള സാറിന്റെ ഡേറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണത്രേ. ഒരു സംശയവും വേണ്ട, ഇന്നലെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ആ കാര്യം പ്രഖ്യാപിച്ചത്. ദൈവഹിതവും ജനഹിതവും ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് അനുകൂലമായത് കൊണ്ടാണ് BJP പ്രശ്നമേറ്റെടുത്ത് ത്യാഗനിർഭരമായി സമരം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും വാർത്തയായത്. BBCയിലേക്ക് ഇന്റർവ്യൂ ലണ്ടനിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ BJP പ്രവർത്തകന്മാർക്ക് സാധിച്ചത്, അമേരിക്കയിലെ ചാനലിന് കൊടുക്കാൻ സാധിച്ചത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും ഇത് അറിയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള നേതാവാരാ? ശ്രീധരൻപിള്ള. ശരിയാണ്, ലോകം മൊത്തം പറഞ്ഞു. പക്ഷേ ആ വാർത്ത എന്തായിരുന്നു എന്നുകൂടി പറയണ്ടേ പിള്ള സാറേ? അതായത് ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം എന്ന സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ഒരു കൂട്ടർ സമരം നടത്തുന്നേ എന്ന തമാശയാണ് അവർ വാർത്തയായി നൽകിയത്. അവർ പൊക്കിപ്പറഞ്ഞതല്ല, ലോകം മൊത്തം നാറ്റിച്ചതാണ്. സമരങ്ങൾ ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനം ചേതനയുള്ളതാകണമെങ്കിൽ സമരം ചെയ്യണം. ആ ചേതനയോടുകൂടി 49 ദിവസം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ സമരം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. അതിനു മുമ്പ് 1-ാം തീയതി മുതൽ, ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ, 1-ാം തീയതി ഞാൻ തന്നെയാണ് പത്രസമരം നടത്തിയിട്ട് സമരം പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 1 മുതൽ ഇതുവരെ സമരം തുടരുന്നു. ഒരുപാട് സമരത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ആളുകളെ സംഘടിപ്പിക്കലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ്. ആ പ്രക്രിയ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. പിന്നെ അതിന് അംഗീകാരം കിട്ടേണ്ടത് BJP സമരം നടത്തിയുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെയുള്ള മാധ്യമങ്ങളിലും ചർച്ചകളിലും എല്ലാത്തിലും, അതുപോലെ പ്രൈം മിനിസ്റ്റർ ആയാലും പ്രതിപക്ഷ നേതാവായാലും എല്ലാവരിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം അവബോധം ഉണ്ടാക്കുന്നതിന് ഞങ്ങളുടെ സമരം സഹായകമായി. BJP ലോകം മൊത്തം ഇങ്ങനെ അറിയാലും പിള്ള സാറിന് ഇമേജ് വളരെ പ്രധാനമാണ്. ശ്രീധരൻപിള്ള ഒരു സൗമ്യമുഖമല്ല, അയാളൊരു ക്രൂരനാണ്, അയ്യോ എന്നെ കണ്ട ഓടി വിളിക്കണം മകളുകളൊക്കെ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ സമയുക്തരാണ്, സമാധാനപ്രിയരാണ്, ആരോടും ഒരു വെറുപ്പുള്ളവരല്ല. അറിയാം സാർ, മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റേത്. സാറൊരു മാടപ്രാവാണ്. ഞങ്ങൾ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവരുടെ എല്ലാ സഹായമുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജയിക്കണം, എല്ലാവരും സഹായിക്കണമെന്നാണ് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഞാൻ. ഇത്രയൊക്കെ പിള്ളസാറും കൂട്ടരും ചെയ്തിട്ടും ദൈവകോപം മുഴുവൻ കിട്ടുക സർക്കാരിനാണത്രേ. ബെസ്റ്റ്. എന്നിട്ടാണോ പിള്ളസാറെ നിരാഹാരം നിർത്തേണ്ടി വന്നത്? ഇപ്പോൾ അകത്തായ അണികളെ ജാമ്യത്തിലിറക്കാൻ പണത്തിനായി തെണ്ടേണ്ടി വരുന്നത്? ദൈവ കോപം ഈ സർക്കാരിനെ വേട്ടയാടുക. അതുകൊണ്ട് ആ വിനാശകാല വിപരീത ബുദ്ധി എതിർ കക്ഷിക്ക് കൊണ്ടുപോയിട്ട് കോപ്പിയും കൊടുത്തിട്ട് മറുഭാഗം വക്കീലിന് കൊടുത്ത്
ചില പത്രസുഹൃത്തുക്കൾക്കും അവിടെ കൊടുത്ത് അവസാനം കോടതി പറഞ്ഞ് എനിക്ക് അതിനകത്ത് വായിച്ചില്ലേ. അപ്പോൾ അതാണ് ഇതെല്ലാം ഒരു കാര്യമുണ്ട്, അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഞാൻ ആരുടെയും വ്യക്തിപരമായ പേര് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാതായതിന്റെ സന്തോഷത്തിലാണത്രേ നമ്മുടെ വെള്ളാപ്പള്ളി സാറൊക്കെ അങ്ങ് പുരോഗമിച്ചു പോയി കേട്ടോ. ഈ നിലപാടൊക്കെ എത്ര ദിവസത്തേക്കാണോ എന്തോ. ഞാൻ മഹാഭാഗ്യമായി പോയി, ഭാഗ്യമല്ല മഹാഭാഗ്യം. ഞാൻ പോയി കെണിയും വീണു പോയാലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞു വിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. പക്ഷെ നിർഭാഗ്യവശാൽ അയ്യോ ഭാഗ്യവശാലും എനിക്ക് ഒരു വിധത്തിലും പോകാനൊക്കാത്ത പ്രോഗ്രാം അന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്കും വീണ് കിട്ടിയ അവസരങ്ങളെല്ലാം നല്ലപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏതായാലും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പോകും എന്ന സൂചനയും അവർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഇടവേള കഴിഞ്ഞു. ശതം സമർപ്പയാമി അറിഞ്ഞില്ലേ? ബക്കറ്റ് പിരിവിൻ്റെ സംസ്കൃതമാണ്. അതായത് ശബരിമലയുടെ പേരിൽ അക്രമം കാണിച്ച് സ്ത്രീകളെ ആക്രമിച്ച് ബസ് തല്ലിപ്പൊട്ടിച്ച് അകത്തുപോയ സംഘിച്ചേട്ടന്മാരെ പുറത്തിറക്കാൻ ജാമ്യത്തുക കെട്ടിവെക്കണം. അതിന് പണം വേണം. അതിനുള്ള പിരിവിൻ്റെ സംസ്കൃതമാണ് ഈ ശതം സമർപ്പയാമി. ബെസ്റ്റ്. ഒരു പ്രളയം വന്ന് സർവ്വതും നശിച്ച കേരളത്തിന് ചില്ലിക്കാശ് പോലും കൊടുക്കരുതെന്ന് വിലക്കിയ ടീമുകളാണ് ഇപ്പോൾ പിരിവിനിറങ്ങിയിരിക്കുന്നത്. ശബരിമലയിൽ കാണിക്കയിടരുതെന്നും സ്വാമി ശരണം എന്ന് എഴുതിയിടണം എന്നും പറഞ്ഞ് ഭക്തന്മാരെ വിലക്കിയ അതേ ആളുകളാണ് പിരിവിനിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സ്വാമി ശരണം എന്ന് എഴുതി തന്നാൽ മതിയല്ലോ. ശതം സമർപ്പയാമി. ഇനി എന്തു വേണമെന്നറിയാതെ സമൂഹം പകച്ചു നിന്നപ്പോൾ, അയ്യപ്പ ഭക്തർ കണ്ണീരണിഞ്ഞു നിന്നപ്പോൾ സ്വന്തം ധർമ്മം രക്ഷിക്കാൻ ഇറങ്ങിയ കർമ്മഭടന്മാരാണിത്. ഭരണകൂട ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ന് 10,000-ഓളം ആളുകൾ വിവിധ കേസുകളിൽപ്പെട്ട് ജയിലിൽ ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിക്കും. ബസ് തല്ലിപ്പൊട്ടിച്ചവർക്ക് ജാമ്യം കിട്ടണമെങ്കിൽ നഷ്ടമായ പണം കെട്ടിവെക്കണം. അതിനാണ് ഈ പിരിവ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും ബസ്സുകൾ തല്ലിപ്പൊട്ടിച്ചോളൂ, ഞങ്ങൾ കാശ് പിരിച്ച് നിങ്ങളെ പുറത്തിറക്കിക്കോളാമെന്ന്. ഏത്? ഇതൊന്നുമല്ല കോമഡി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ. സംഘികൾ ചെയ്ത പാപത്തിൻ്റെ ഫലം അവർക്ക് തന്നെ ഇൻസ്റ്റൻ്റായി കിട്ടുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിലെ ട്രോൾ വിദഗ്ധന്മാർ സംഘികളെ അക്കൗണ്ട് നമ്പർ മാറ്റി നൽകി പറ്റിച്ചു കളഞ്ഞു. സംഘികളുടെ പണമെല്ലാം നേരെ എത്തിയതാകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും. ആ വിഷയത്തിൽ കർമ്മസമിതി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അതും മാരകങ്ങളായ വകുപ്പുകൾ ചേർത്തിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള 10,000-കണക്കിന് പേരുണ്ട്. അവരുടെ മുഴുവൻ കേസ് നടത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കർമ്മസമിതി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ധാരാളം പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് ഇന്റർനെറ്റ് മാധ്യമത്തിൽ തെറ്റായ ഒരു അക്കൗണ്ട് നമ്പർ കറങ്ങുന്നുണ്ട്. 1. 2, തൽക്കാലത്തേക്ക് ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു മെസ്സേജ് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വഞ്ചിതരാവാതിരിക്കുക. സ്വാമി, നിങ്ങൾ ഈ വിലക്കുന്ന അക്കൗണ്ട് ഏതാണെന്ന് കൂടി പറയൂ. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞു വരുന്നത് ദുരിതാശ്വാസത്തിന് പണം നൽകരുത്, മറിച്ച് ഞങ്ങൾക്ക് പണം നൽകൂ എന്നല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആ അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഏത് ഭാഗത്തു നിന്നറിയില്ല. വളരെ വ്യാപകമായി കറങ്ങുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അക്കൗണ്ട് നമ്പറാണ് ഉള്ളത്. അതൊരിക്കലും കർമ്മസമിതിയുടേതല്ല. അതുകൊണ്ട് വഞ്ചിതരാവാതിരിക്കുക എന്ന് ഈ സന്ദർഭത്തിൽ പറയട്ടെ. എന്നാലും എൻ്റെ ശശികല ടീച്ചറെ, നിങ്ങളുടെ അണികളൊക്കെ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? എന്തായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് കാശ് കൊടുപ്പിച്ചില്ലേ? ശതം സമർപ്പയാമി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ആ സംവിധാനത്തെ സംപൂജ്യ സ്വാമിജി സഹസ്രം സമർപ്പയാമി എന്നതിലേക്ക് ഇവിടെ വെച്ച് തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കള്ളത്തരത്തിൽ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന, വെറുതെ ഫേക്കാക്കി അക്കൗണ്ട് കൊടുക്കുക മാത്രമല്ല അതിലേക്കുള്ള സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ സന്തോഷം, നന്ദി. അത് അത്ര ഒരു അക്കൗണ്ട് ഫേക്കാക്കി കൊടുക്കുക മാത്രമല്ല, അതിലേക്ക് ധാരാളം പേർ അബദ്ധത്തിൽ അല്ലെങ്കിൽ വിഡ്ഢിയാക്കപ്പെട്ട പണം അയച്ചിട്ടുണ്ട്. ഒരു തരം ധനാപഹരണമാണ് നടത്തിയിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ ആയിപ്പോയി എന്നുള്ളത് അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഏതായാലും അതൊരു മോശമായി തോന്നുന്നു. നമ്മുടെ PC ആശാനെ LDF-നും വേണ്ട, UDF-നും വേണ്ട, BJP-ക്കും വേണ്ട. ഒടുവിൽ ഇതാ സ്വന്തം നാട്ടുകാർക്ക് വരെ വേണ്ടാതായി. PC നാട്ടിലിറങ്ങിയാൽ എങ്ങും കൂവലാണ്. കഴിഞ്ഞ ദിവസം ഒരു കളി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. നാട്ടുകാരെല്ലാം ചേർന്ന് PC-യെ കൂവി ഒരു പരുവമാക്കി. PC വിടുമോ? നിങ്ങൾ ചന്തയാണെങ്കിൽ ഞാൻ അതിലും വലിയ ചന്ത.
ചാമറുന്ന തെണ്ടുകൾ മനസ്സിലാക്കി ആ സ്ഥലം പറയുന്നു മര്യാദ അങ്ങനെ ഓടിക്കാൻ നോക്കണം. ഞാൻ പോകുന്നില്ല, ഇത് എന്റെ കമലയാണ്, ഞാൻ കണ്ടോളാം. മനസ്സിലായില്ലേ? ഇതൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതിയാ രാത്രി. അങ്ങനെ പോകുന്നതാണ് മനസ്സിലായോ? മര്യാദ വളർന്നവരൊക്കെ ഈ നാട്ടിൽ ജനിച്ചവനെ ഞാൻ, ഈ കമല വളർന്നവനെ ഞാൻ, നിന്നെപ്പോലെ ചന്തയായിട്ട് വളർന്നവനെ ഞാൻ. നീ ഒന്ന് പഠിച്ചു, നീ ചന്തയായി നീ പഠിച്ചു. അങ്ങനെ പേടിച്ചു പോകുന്ന നല്ലത്, നിന്നെ ഒന്ന് പേടിച്ചു പോകുന്ന നല്ലത്. ഈ കവല വളർന്നവനെ മനസ്സിലായില്ലേ? എന്നെ പോയി തോപ്പിക്കുന്നു. നീ കുഞ്ഞ് 10 കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് സംശയം ഇവർക്ക് നന്നാവുക നോക്കില്ല. കൂടിയാൽ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? എന്നോട് മര്യാദ ഇവിടെ കയറി വന്നപ്പോൾ ഒന്ന് പറഞ്ഞോ, അവിടെ കോഴി തോപ്പിക്കാൻ നോക്കണ്ട. നീ ഞാനും പോകും, അത്ര തന്നെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ മര്യാദ അതുകൊണ്ട് അവിടെ കൂച്ചു നിർത്തിയെങ്കിൽ ഈ കളി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. അപ്പോ ഇന്നത്തേക്കുള്ള വക ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.